ഡയർ വൂൾഫ് ശാസ്ത്രലോകത്തെ വലിയ വാർത്തയായി. പക്ഷേ വാർത്താ പ്രാധാന്യത്തിൽ ട്രംപിനെ വെല്ലുന്ന ഒരു ചെന്നായുമില്ല. നിക്ക് ആൻഡേഴ്സിൻ്റെ കാർട്ടൂണിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വ്യാപാര യുദ്ധം എന്ന ചെന്നായയെ വംശനാശത്തിൽ നിന്ന് വീണ്ടെടുത്തു. അതാദ്യം തിന്നുന്നത് അമേരിക്കയെ തന്നെ. ചെന്നായയാണ് മുൻപേജ് പടമെങ്കിലും അതിനു ചുറ്റുമുള്ള വാർത്തകൾ അത്രയും ട്രംപിനെയും ടാരിഫിനെയും പറ്റിയാണ്. ലോകം ചെന്നായെ മറന്നു. ഗസയെയും യുക്രൈനെയും മറന്നു. ട്രംപും അയാളുടെ കുട്ടിക്കളിയും പെട്ടെന്ന് ലോകത്തിൻ്റെ മൊത്തം പ്രശ്നമായി. കിഴക്കെന്നോ പടിഞ്ഞാറെന്നോ വ്യത്യാസമില്ലാതെ മാധ്യമങ്ങളിൽ മുഖ്യ വാർത്ത താരിഫും ട്രംപും തന്നെ. ട്രംപിനെ കൊണ്ട് ലോകത്തിന് ഉപകാരമില്ലെങ്കിലെന്ത്? ഉപദ്രവം വേണ്ടുവോളം ഉണ്ടല്ലോ. എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഒട്ടെല്ലാ നാടുകളിലും മുഖ്യവിശേഷമായി ട്രംപും തീരുവയും തന്നെ. ട്രംപിൻ്റെ ശൈലി അനുസരിച്ച് ഇതിലും അവ്യവസ്ഥയും അരാജകത്വവുമാണ് നിയമം. ട്രംപിൻ്റെ സ്വന്തം തോന്നലുകളും. പല രാജ്യങ്ങൾക്കും പല വസ്തുക്കൾക്കും പല തോതിൽ, അതുതന്നെ തോന്നുംപടി കൂട്ടിയും കുറച്ചും നിർത്തിവെച്ചും. പത്രങ്ങളുടെ മുൻപേജിൽ നിറഞ്ഞു നിൽക്കലാണ് ലക്ഷ്യമെങ്കിൽ അത് നടന്നു. വാർത്താലോകം ട്രംപിന് ചുറ്റുമാണ് കറങ്ങുന്നത്. വ്യാപാര യുദ്ധം തൻ്റെ ശക്തിയാണെന്ന് ധരിച്ച ട്രംപ് ഓഹരിക്കമ്പോളത്തിലെ ചോരക്കളി ആസ്വദിക്കുന്നു സുബ്ഹാനിയുടെ കാർട്ടൂണിൽ. ഇടയ്ക്ക് ട്രംപ് മറ്റ് രാജ്യങ്ങളിലെ നേതാക്കൾ തന്നോട് കരുണക്കായി യാചിക്കുന്നതായി പറഞ്ഞു. ട്രംപിന് മാത്രം വഴങ്ങുന്ന വൃത്തികെട്ട ഭാഷയിൽ. I'm telling you, these countries are calling us up, kissing my ass. They are dying to make a deal. Please, sir, make a deal. I'll do anything, sir. ലോക വ്യാപാര മേഖല പെട്ടെന്ന് ഒന്നും തീർച്ചയില്ലാത്ത പ്രതിസന്ധിയിൽ. താരിഫ് അല്പം കുറച്ചതിന് ബംഗ്ലാദേശ് നന്ദി പറഞ്ഞപ്പോൾ ചൈന അമേരിക്കയെ എതിർത്തു. തീരുവ തൽക്കാലം കുറച്ചത് യൂറോപ്പിൻ്റെ വിജയമെന്ന് ജർമ്മനിയും യൂറോപ്യൻ യൂണിയനും. അയർലൻഡും ഇറ്റലിയും ചർച്ചയുടെ ആവശ്യം ഊന്നി പറഞ്ഞപ്പോൾ ജപ്പാൻ മുൻ നിലപാടിൽ മാറ്റമില്ലെന്നറിയിച്ചു. ആസിയാൻ രാജ്യക്കൂട്ടായ്മ ഒന്നിച്ച് തീരുമാനമെടുക്കണമെന്ന് മലേഷ്യ. ചൈന പകരത്തിന് പകരം തീരുവയുമായി ട്രംപിനോട് നേർക്കുനേർ. ആസിയാൻ ശക്തിപ്പെടുത്തണമെന്നും ചൈന. ഗ്രീസും ഇന്ത്യയും അമേരിക്കയോട് ഒത്തുപോകാൻ തീരുമാനിച്ചു. ട്രംപിനെ അനുസരിക്കലാണ് ബുദ്ധിയെന്ന് മോദി മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഇന്ത്യ അടക്കം രാജ്യങ്ങൾ തൽക്കാല ആശ്വാസത്തിലാണ്. എന്നിട്ടും ഇന്ത്യയിൽ ഇപ്പോഴേ പ്രത്യാഘാതം തുടങ്ങി. മാത്രമല്ല, ഇന്ത്യയുടെ നിസ്സഹായാവസ്ഥ മുതലാക്കാൻ യൂറോപ്യൻ യൂണിയനും ഇതിൽ തക്കം കാണുന്നത്രേ. എന്ത് ചെയ്താലും നഷ്ടം. ലോക സമ്പദ് വ്യവസ്ഥ തകർത്തിട്ടേ ട്രംപ് നിർത്തൂ എന്ന് പ്രൊഫസർ എഡ്വേർഡ് ആൽഡൻ. പകരം തീരുവ എന്ന ആശയം വ്യാപാര യുദ്ധത്തിലേക്കും അനിശ്ചിതത്വത്തിലേക്കും ലോകത്തെ തള്ളിവിടുമെന്ന് ലോക നേതാക്കൾ. ഇത് ഒരു സുഹൃത്തിൽ നിന്ന് പ്രതീക്ഷിച്ചില്ലെന്ന് ഓസ്ട്രേലിയ. President Trump's announcement of universal tariffs on the whole world, including the European Union, is a major blow to the world economy. I deeply regret this choice. അമേരിക്കയുടെ മുഖ്യ വ്യാപാരം എന്താണ്? ഓസ്ട്രേലിയയും യൂറോപ്പും അടക്കമുള്ളവർ തിരിച്ചറിയേണ്ട കാര്യമാണത്. യുദ്ധമാണ് US-ൻ്റെ മുഖ്യ കയറ്റുമതി. ആയുധമാണ് മുഖ്യ കച്ചവടം. ബെൻ നോർട്ടൺ ചില കണക്കുകൾ പറയുന്നു. The US not only has waged war around the world, but it has also fueled foreign wars through the US military-industrial complex, flooding the planet with weapons, with missiles and bombs and ammunition and tanks. In fact, the United States is by far the top arms dealer on Earth. In the past 5 years, the US was responsible for 43% of all weapons exports on Earth. The US exported over 7 times more weapons than China and over 5 times more weapons than Russia. യുദ്ധവാണിഭമാണ് അമേരിക്കയുടെ പ്രധാന വരുമാന മാർഗമെന്ന് ചൈനീസ് മാധ്യമമായ ഗ്ലോബൽ ടൈംസ് ഈ 1.5 മിനിറ്റ് വീഡിയോയിലൂടെ കാണിച്ചു തരുന്നു. അമേരിക്കയുടെ 250 വർഷത്തെ ചരിത്രത്തിൽ അന്യനാടുകളിൽ സൈനിക ഇടപെടൽ നടത്താത്തത് 20 വർഷം മാത്രം.
രണ്ടാം ലോകയുദ്ധം അവസാനിച്ച 1945 മുതൽ 2001 വരെ നടന്നത് 248 യുദ്ധങ്ങൾ. ഈ 248-ൽ 201 അമേരിക്ക തുടങ്ങി വെച്ചതാണ്. കൊറിയ, പോർട്ടോറിക്കോ, വിയറ്റ്നാം, ക്യൂബ തുടങ്ങി ലിബിയ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ എന്നിങ്ങനെ 201 രാജ്യങ്ങൾ. പിന്നെ ഭീകരതയ്ക്കെതിരായ യുദ്ധങ്ങളെന്ന പേരിൽ 9,29,000 പേരുടെ ജീവനെടുത്ത അതിക്രമങ്ങൾ വേറെ. യുദ്ധത്തിൻ്റെ വ്യാപാരത്തിൽ നിന്ന് അമേരിക്ക സാക്ഷാൽ വ്യാപാരത്തിലേക്ക് ശ്രദ്ധ മാറ്റുമെങ്കിൽ അത് നല്ലതാണ്. എന്നാൽ യുദ്ധത്തിൽ വ്യാപാരം നടത്തിയ അവർ ഇനി വ്യാപാരത്തിൽ യുദ്ധം കൊണ്ടുവരുമോ? വ്യാപാരം സഹകരണത്തിലാണ് വളരുക. ട്രംപ് അതിൽ മാത്സര്യം കൊണ്ടുവരികയാണല്ലോ. ആരും ജയിക്കാത്ത യുദ്ധമെന്നാണ് വ്യാപാര യുദ്ധത്തെ വിദഗ്ധർ വിളിക്കാറുള്ളത്. ട്രംപിൻ്റെ സാമ്പത്തിക ചികിത്സ വിജയിക്കുമ്പോൾ രോഗി മരിച്ചിരിക്കും. അമേരിക്കയുടെ സുവർണകാലമെന്ന് ട്രംപ് വിളിക്കുന്ന സമയത്ത് അമേരിക്കക്കാർ സ്വർണവുമായി പണയക്കാരെ സമീപിക്കുകയാവും. അമേരിക്ക ഇത്തിരി കഷ്ടപ്പെട്ടാലും മറ്റുള്ളവർ കൂടുതൽ കഷ്ടപ്പെടുമെന്ന സന്തോഷമാണ് ട്രംപിന്. ട്രംപ് ഭരണം അവസാനിക്കുമ്പോഴേക്കും ഇന്നത്തെ സർക്കാരിലുള്ളവർ ഷൂ നിർമ്മാണം കൊണ്ട് ജീവിതമാർഗം കണ്ടെത്തേണ്ടി വരുമെന്ന് കരുതുന്നവരുണ്ട്. ഒരു AI രചന. മറ്റൊരു AI ഭാവനയനുസരിച്ച് ഇവരൊക്കെ തുന്നൽ തൊഴിലാളികളായിരിക്കും. തീരുവ യുദ്ധത്തിൽ ആദ്യം അടിയേറ്റത് ഡോളറിന് കൂടിയാണ്. The dollar on Thursday last week posted its biggest daily fall of 1.7% since November 2022. That's after President Donald Trump imposed tariffs on imports at levels not seen since the early 1900s. For decades a safe bet, investors who'd normally rush to the dollar ran away from it instead. They say it's a sign that the greenback's global standing may be eroding. ഡോളറിൻ്റെ മൂല്യം കുറച്ചു കൊണ്ടുവരുന്നത് വ്യാപാര യുദ്ധത്തിൽ അമേരിക്കക്ക് മേൽക്കൈ ഉണ്ടാക്കാം. ഏതായാലും ട്രംപിന് ഇഷ്ടം സഹകരണത്തിൻ്റെ വഴിയല്ല, ഏറ്റുമുട്ടലിൻ്റെ വഴിയാണ്. ആസിയാൻ, ബ്രിക്സ് തുടങ്ങിയ കൂട്ടായ്മകൾക്കിടയിൽ തീരുവ നിരക്ക് പലതരത്തിലാക്കി ഓരോ എതിർ രാജ്യത്തെയും ഒറ്റപ്പെടുത്തുന്നതിൽ ട്രംപ് വിജയിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ കാണും വംശനാശമുക്തി നേടിയ വ്യാപാര ചെന്നായ ആരെയൊക്കെ ആക്രമിക്കും എന്ന്.